സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ്. വൈദ്യുതി വിഭാഗം ജീവനക്കാരെ വെട്ടിക്കുറച്ച ഉത്തരവ് ഉടൻ മരവിപ്പിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സമരം മൂലം നഗരത്തിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. മേയർ നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം ഭാഗികമായി പിൻവലിച്ചു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിൽ വെട്ടിക്കുറച്ച ജീവനക്കാരെ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വൈദ്യുതി വിഭാഗം ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ചതോടെ നഗരത്തിന്റെ പല ഭാഗത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. 4 മണിക്കൂറിലേറെ നഗരത്തിൽ വൈദ്യുതി മുടങ്ങിയതോടെ പൊതുജനങ്ങൾക്കിടയിലും വ്യാപാരികൾക്കിടയിലും പ്രതിഷേധം ശക്തമായി. ഇതേ തുടർന്ന് കോൺഗ്രസ് കൗൺസിലർമാർ മേയറെ ചേംബറിൽ ഉപരോധിച്ചു. ഇതിനിടയിൽ പ്രശ്നപരിഹാരത്തിനായി മേയർ മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസുമായും ബന്ധപ്പെട്ടു. കോർപ്പറേഷനുമായി ആലോചിക്കാതെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് മേയർ വ്യക്തമാക്കി. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ഒരു കാരണം ഇവിടെ ഇരുന്നിട്ട് ഞാനത് CM-ൻ്റെ PA-നെ വിളിച്ചു, കാര്യം ബോധ്യപ്പെടുത്തി. അതുപോലെ ഞാൻ ഗോവിന്ദ മാഷെ വിളിച്ചു, മാഷോട് വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ LSGD മിനിസ്റ്ററെ ഞാൻ വിളിച്ച് കിട്ടിയില്ല, പക്ഷേ ആളെ PA കിട്ടി. PAയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയുള്ളൊരു സംരംഭമൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുന്നവരല്ലല്ലോ, ഞങ്ങളിവിടെ ആലോചിക്കേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. ഈ സംഭവം ഒരു വിട്ടുവീഴ്ചയില്ല, ഇത് ഫ്രീസ് ചെയ്യണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിനുള്ള നടപടി, കാരണം ഒരാഴ്ച സമയം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അതുവരെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശ്രമിക്കണം. കാരണം ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം കളയാതെ നോക്കേണ്ട ഉത്തരവാദിത്തം TCDയോടാണ്. TCDക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുള്ള ആളാണ്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളുണ്ട്. പൂർണ്ണമായി സമരം അവർ ഒഴിവാക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അവരെ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്ന മേയറുടെ ആവശ്യം അംഗീകരിച്ചതോടെ സമരം ഭാഗികമായി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച മേയർക്ക് കത്ത് നൽകുമെന്ന് യൂണിയൻ നേതാവ് B. അജികുമാർ പറഞ്ഞു. ഒരാഴ്ചക്കകം തന്നെ ഈ ജീവനക്കാരെ ഇത്രയധികം വെട്ടിക്കുറച്ച 103 കുറച്ച ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ആവശ്യപ്പെടുന്നത് തൃശ്ശൂർ നഗരസഭാ വൈദ്യുതി വിഭാഗത്തിൻ്റെ 2018 ശമ്പള പരിഷ്കരണം KSEBിയിൽ നടപ്പിലാക്കി 5 വർഷം കഴിഞ്ഞിട്ടും നഗരസഭാ വൈദ്യുതി വിഭാഗം നടപ്പിലാക്കി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കി കിട്ടുന്നതിന് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് പീരീഡ് ഒരു 15 ദിവസമാണ്. 15 ദിവസം കഴിഞ്ഞിട്ട് പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാനേജ്മെൻറ്റിനെ ഈ അവസരത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏകപക്ഷീയമായി വൈദ്യുതി വിഭാഗം ജീവനക്കാരെ വെട്ടിക്കുറച്ചത് LDF സർക്കാരും കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ ആരോപിച്ചു. വൈദ്യുതി വിഭാഗം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറാനുള്ള തന്ത്രമാണിതെന്നും രാജൻ പല്ലൻ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ LDF ഭരണസമിതിയും LDF ഗവൺമെന്റും തമ്മിലുള്ള ഗൂഢാലോചന ഫലമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മേയറും സംഘവും ആവശ്യപ്പെടുന്നത് ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വൈദ്യുതി വിഭാഗത്തിനെ കൈമാറാനുള്ള LDF ഭരണസമിതിയുടെയും LDF ഗവൺമെന്റിന്റെയും തന്ത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. TCV തൃശൂർ.